കൂടിക്കാഴ്ച പോസിറ്റീവാണോ? വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് അരമണിക്കൂറിലധികം എടുത്തു. അപ്പം ഞങ്ങൾ ഇന്ന് റേസ് ചെയ്തതും ഡിസ്കസ് ചെയ്തെല്ലാം നേരത്തെ ഉള്ള കാര്യങ്ങളാണ് പലതും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വയനാടാണ്. അപ്പോൾ വയനാടിന് 525 കോടി രൂപ നമ്മുടെ വായ്പയിൽ ഉൾപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് മാർച്ച് 31 തീർക്കണമെന്ന് പറയും. അത് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അത് ഓൾറെഡി സംസ്ഥാന ഗവൺമെൻറ് ഫൈനാൻസ് മിനിസ്റ്റർ മുമ്പിൽ കൊണ്ടുവന്ന് പരിശോധിച്ച് പോസിറ്റീവായ ഒരു സ്റ്റാൻഡ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഈ ആശാ വർക്കേഴ്സിൻ്റെ ഇഷ്യൂവാണ്. അതിന് നോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആശാ വർക്കേഴ്സിൻ്റെത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. അപ്പോൾ അതിലെന്താണ് പ്രശ്നങ്ങളുള്ളത് എന്ന് പരിശോധിക്കാനായിട്ട് ഞാൻ പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടി അഭിപ്രായം നോക്കിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് നോട്ട് അധികം താമസിയാതെ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള പ്രശ്നം നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തരേണ്ട വിഴിഞ്ഞം ഗ്യാപ് ഫണ്ടിങ്ങും പ്രോഫിറ്റ് ഷെയറിങ്ങും അതിൻ്റെ ഡിസ്കഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒരു പോസിറ്റീവ് 11, 12 തീയതികളിൽ മുഖ്യമന്ത്രിയുടെ ഉണ്ട്. ആ സന്ദർഭത്തിൽ ഇതിലെ തീരാത്ത കാര്യങ്ങളും ഇനി ഫർദർ എടുക്കേണ്ട കാര്യങ്ങളും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും തമ്മിൽ നേരിട്ട് സംസാരിച്ച് ആ കാര്യത്തിൽ കൂടിക്കാഴ്ചയുണ്ടോ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി? അത് അവിടെ നിന്ന് പറയും. ഏതായാലും കാണാതെ സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 11, 12 തീയതികൾക്കുള്ളിൽ ഇവിടെ വരുമ്പോൾ സിഎമ്മും ധനകാര്യമന്ത്രിയും തമ്മിൽ സംസാരിക്കും. ഇപ്പൊ പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ആശാവർക്കർമാരുടെ സമരമാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ 2023-24 815 കോടി രൂപ സംസ്ഥാനത്തിന് അനുവദിച്ചാണ്. 189 കോടി തന്നു. പക്ഷേ കോബ്രാൻഡിംഗ് മൂലം കോബ്രാൻഡിംഗ് നടത്താത്തത് മൂലം ബാക്കി തുക ലാപ്സായി പോയി. ആ ലാപ്സായ തുക നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നീക്കം? ആ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ നോട്ട് കൊടുക്കും. ആ നോട്ട് അവർ പരിശോധിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഇതിലെല്ലാം തന്നെ. അപ്പോൾ എന്റെ കയ്യിൽ നോട്ടില്ല ഇപ്പോൾ. കാരണം ഇപ്പോഴാണ് അവർ നോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണോ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ആ നോട്ട് വാങ്ങി അടുത്ത ദിവസം ഇൻസെന്റീവായിട്ട് കൊടുത്ത 100 കോടി അതിനൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. കണക്ക് സംബന്ധമായിട്ടൊന്നും ഇവരെ അറിയിച്ചില്ല. ഇല്ല, കാരണം എനിക്ക് ആ കണക്കൊന്നും ഞാൻ അതിൽ ഇൻവോൾവല്ല. ഇത് ചോദിച്ചത് കൊണ്ട് ആശാവർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ കൂടി ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റുമായി സംസാരിച്ച് ഇന്നത്തെ ആ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇപ്പോൾ ഡീറ്റെയിൽസ് സംസ്ഥാന ഗവൺമെന്റ് ആ ഡീറ്റെയിൽസുമായിട്ടല്ല ഞാൻ പോയിരിക്കുന്നത്. ഇത് പറഞ്ഞ് സഹകരിക്കാം, എന്നാന്ന് പരിശോധിക്കാം. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്റ്റാണ്. ധനമന്ത്രാലയം വിശദാംശങ്ങൾ തേടുകയാണുണ്ടായത്. തേടുകയല്ല, ഇവരെന്ത് വേണം ഈ കാര്യത്തിൽ, എങ്ങനെ തീർക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് കൊടുക്കാം. സംസ്ഥാന ഗവൺമെന്റ് അല്ല, ഇപ്പൊ ഈ വിഷയം ആദ്യമായിട്ടല്ല കേന്ദ്രത്തിന് മുമ്പിൽ എത്തുന്നത്. കേരള സർക്കാർ പലകുറി ഈ പറഞ്ഞ രീതിയിൽ കോബ്രാൻഡിംഗ് മൂലം ലാപ്സായ തുകയെ സംബന്ധിച്ചുള്ള അവ്യക്തത നിലനിൽക്കുന്നു. ഇൻസെന്റീവ് സംബന്ധിച്ചുള്ള തുക 100 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നു. കേന്ദ്രം ഇതിനോടകം തന്നെ കണക്കുകൾ പുറത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഇതിന്റെ ചർച്ച ഇത് മാത്രമായിട്ടല്ല, മറ്റൊത്തിരി ഇഷ്യൂസ് വെച്ചുകൊണ്ടാണ്. ഇതെനിക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഫുൾ ബ്രീഫിംഗ് കിട്ടണം. എന്നാൽ ആ ബ്രീഫിംഗിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. ആരോഗ്യമന്ത്രി ഓൾറെഡി പറഞ്ഞു. എനിക്കില്ല, ഞാൻ പറയണമെങ്കിൽ എനിക്ക് എത്തിയാലേ പറ്റത്തുള്ളൂ. ആരോഗ്യമന്ത്രി പറഞ്ഞു കാണുമായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട കാര്യം 11, 12 മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. തീർക്കാത്ത കാര്യങ്ങളും തർക്കങ്ങളുള്ള കാര്യങ്ങളും ഒക്കെ അത് പരിഹരിക്കപ്പെടും. പ്രധാനമന്ത്രിയുടെയും ഇൻസ്ട്രക്ഷൻ ആ കാര്യത്തിലുണ്ട്. ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാകുന്ന എല്ലാ കാര്യം കേരളവുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മുടെ ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം ആ കാര്യത്തിൽ താല്പര്യം എടുത്തിട്ടുണ്ട്. അതിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതുവായ ചർച്ച നടന്നിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എവിടെയെങ്കിലും പരിഹരിക്കണമെങ്കിൽ ഈ നോട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ഇപ്പോൾ ധനമന്ത്രി പ്രതികരിക്കുകയുള്ളൂ ഈ വിഷയം. അതെനിക്കറിയത്തില്ല. ഞാൻ നോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, നോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നോട്ടിന് രേഖാമൂലം കൊടുക്കും. ഞാൻ രേഖാമൂലം കൊടുക്കണം. ഗവൺമെന്റ് ഞാനിപ്പോൾ ഇവിടുന്ന് ഇത് അറിഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറിയോട്, ഇതൊരു നിങ്ങൾ ഒഫീഷ്യലായിട്ട് എന്താ ഇത് പറയാനുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ വരും. അത് പറഞ്ഞു, അത് ചെയ്യാം. ഒരു കമ്മിറ്റിയുണ്ട്, അമിത്ഷാ ചെയർമാനായ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. ഫണ്ട് കൊടുത്തതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പറയുന്നു ഒരു തുക കൊടുത്തു. ഞാൻ ഇന്ന് എന്നോട് തർക്കിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്നത്. കാരണം അത് ഞാൻ പരിശോധിച്ചിട്ട് കാര്യമില്ല. അത് പരിശോധിച്ചിട്ട് കൊടുക്കുമ്പോൾ ഞാൻ നോട്ട് തരാം. ഇപ്പൊ നിങ്ങളുടെ ഇഷ്യൂ ആശയാണ്. എന്റെ ഇഷ്യൂ അത് മാത്രമല്ല. മൊത്തം അല്ലല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇഷ്യൂമേ കയറി പിടിക്കണ്ട. നിങ്ങളുടെ ജോലിയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ മൊത്തം കേരളത്തിന്റെ കാര്യങ്ങൾ
ഫൈനാൻസ് മിനിസ്റ്റർ ചർച്ച ചെയ്തു. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ താല്പര്യം ധനമന്ത്രി അറിയിക്കുകയായിരുന്നു ഇന്നത്തെ അല്ല, കൂടിക്കാഴ്ചയിൽ. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം 11-12 ഇവിടെ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ നേരിട്ട് ചർച്ചയുണ്ടാകും. അതാണ് ഇന്നത്തെ എന്റെ ഒരു മിഷന്റെ പ്രധാനപ്പെട്ട. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ധനമന്ത്രി പറഞ്ഞു. അതെ, അവർ ചർച്ച ചെയ്യും. 11-12 തീയതികളിലോ തീയതി അതൊക്കെ സമയം പാർലമെന്റ് നടക്കുകയാണ്. 11 ക്വസ്റ്റിന്റെ ആണ് മിക്കവാറും 12-ാം തീയതി. മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയാണ്. അപ്പൊ ഈ വിഷയങ്ങൾ അന്നേരം മുഖ്യമന്ത്രി എല്ലാ അതിനു മുമ്പ് നോട്ട് കൊടുത്ത് ധനമന്ത്രി അല്ല, കാര്യം ഈ ഒരു വിഷയം മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. ഇതൊരു വിഷയം, പല വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ്. നമുക്ക് വയനാടിന്റെ ഇഷ്യൂ ഉണ്ട്, ഹൈ മെട്രോ സിസ്റ്റം ഉണ്ട്, മറ്റു അപ്പൊ ഇത് ആശ എന്ന് പറഞ്ഞ ഇതൊരു ഒരു ഇഷ്യൂ മാത്രമാണ്. നിങ്ങൾക്കിത് മാത്രം ഇഷ്യൂ എന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൊത്തം ഇഷ്യൂകൾ കൂടിയാണ്. എന്താണ് അവർ പറഞ്ഞത്? ഇത്രയും നാളെ വൈകിയില്ല. അപ്പൊ എന്താണ് അതിന് കുറെ പറഞ്ഞോ, ഇത് നമുക്ക് ഒത്തിരി നാളായത് ഇപ്പൊ നാഷണൽ കലാമിറ്റി ആയിട്ട് അവർ തരേണ്ട ബാധ്യതയുണ്ട്. നമ്മളിത് ഔദാര്യമല്ല ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ഔദാര്യമല്ല. ഈ റീനെയിം, അതായത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ റീനെയിം ചെയ്യാത്തതിന്റെ പേരിലാണ് ഈ 815 കോടിയിൽ ഞാൻ പറഞ്ഞ അതിലേക്ക് നമ്മൾ ഞാൻ പറഞ്ഞ കൂടെ അല്ല, നിങ്ങൾ ലാപ്സായ തുക നിങ്ങൾ അതിന്മേൽ തന്നെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്കറിയാം. നമ്മൾ സോറി, അതിനെക്കുറിച്ച് ഒന്നും പറയാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയം മാത്രമേ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട.